സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമുക്കെല്ലാം പ്രിയങ്കരനും ബഹുമാന്യമായ MLA ശ്രീ IB സതീഷ്, ചടങ്ങിൽ പങ്കെടുക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ സമാരാധനായ അധ്യക്ഷൻ സുരേഷ് കുമാർ, ശ്രീമതി SK പ്രീജ, ശ്രീ K രാകേഷ്, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ മാനേജ്മെൻറ്റ് ട്രസ്റ്റി വിക്ടറി സ്കൂൾസ് നിയമം ശ്രീമതി KV ശ്രീകല, ശ്രീമതി KV രാജലക്ഷ്മി, ശ്രീമതി S ദീപ, മറ്റു വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ കലാലയത്തിലെ അധ്യാപികമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചത് ഒരു വലിയ ബഹുമതിയായി ഞാൻ കരുതുകയാണ്. കാരണം നമ്മുടെ കേരളം, ഇവിടെ എൻ്റെ മുൻ പ്രാസംഗികർ പറഞ്ഞതുപോലെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയമായും മതപരമായും സാമുദായികമായും ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവരിൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് കേരളമെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി വ്യവസ്ഥാപിതമായി ഒട്ടേറെ ആളുകൾ ഗവൺമെൻറ് തലത്തിലും അല്ലാതെ നടത്തിയ പരിശ്രമം, ആ പരിശ്രമത്തിൽ ഞാനും കോഴിക്കോട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഞാൻ മധ്യ തിരുവിതാംകൂർ ജനിച്ച് വളർന്ന് ഇന്നും എൻ്റെ അമ്മയും മറ്റും ഉള്ള എൻ്റെ പ്രദേശം പഴയ തിരുവിതാംകൂറാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, തിരുവിതാംകൂർ അന്നത്തെ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിനോളം വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല. വലിയ വൻ നഗരങ്ങളുള്ളത് കൊണ്ട് മദ്രാസും ബാംഗ്ലൂരും അതുപോലുള്ള പണ്ട് കാലത്തെ ഉള്ള ഭാരതത്തിൻ്റെ കൽക്കട്ടയും ഒക്കെ ആ മേഖലയിൽ മുന്നോട്ട് പോയിട്ടുണ്ടില്ലെന്നല്ലേ പറയുന്നത്. ഒരു നാട്ടുരാജ്യം എങ്ങനെയാണ് വ്യാപകമായ വിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നത്, അതിനുള്ള അശ്രാന്ത പരിശ്രമം തിരുവിതാംകൂർ കേരള സർവകലാശാലയ്ക്ക്, ഇന്നത്തെ സർവകലാശാലയ്ക്ക് ഐൻസ്റ്റൈനെ കൊണ്ടുവരാൻ വേണ്ടി, വൈസ് ചാൻസലറായി കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ സമ്മതം നേടിയെടുക്കാൻ സാധിച്ചു. അവസാന നിമിഷത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായത് കൊണ്ട് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്രയും ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് 75 കൊല്ലം വിജയകരമായി നമ്മുടെ തലമുറകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സരസ്വതി മന്ദിരം, അതിൻ്റെ ഈ 75 കൊല്ലം പ്രത്യേകിച്ച് സതീഷ് രണ്ടാമത്തെ യോഗമാണ്. ഞാനിവിടെ മറ്റൊരു യോഗത്തിൽ, ഇസ്കോണിൻ്റെ യോഗത്തിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കാനിടയായി. ഇപ്പം അദ്ദേഹം 2 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോലും നമ്മുടെ ഈ പ്രദേശത്തെ കൊണ്ടുപോയത് അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. സാധാരണഗതിയിൽ രാജനൈതിക രംഗത്തുള്ളവര് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആരോപണ പ്രത്യാരോപണങ്ങളെ മുഖരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒന്നാണ് പൊതുപ്രവർത്തനം എന്ന് കരുതുമ്പോൾ അതിന് വ്യതിരിക്തനായ ഒരു MLA ആയി എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞ വാഗമരത്തെ പറ്റിയുള്ള തിയറി തന്നെ, ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അതിൻ്റെ തിയറിയൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്, പ്രസംഗങ്ങളിലൊക്കെ അത് പറയാൻ സാധിക്കുമല്ലോ എന്ന് തോന്നുകയുണ്ടായി. അപ്പൊ ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ഉറങ്ങുന്ന ഒന്നാണ്. ആ ചരിത്രത്തിന്റെ ഏടുകൾ മഹത്തരങ്ങളാണ്, അവയെല്ലാം മാതൃകകളാണ്. ആ മാതൃകകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ സ്ഥാപകനായ മഹാത്മാവിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അപ്പൊ ഇതൊരു നാടിന്റെ പൊതു സ്വത്തായി മാറുകയാണ്.
ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം നിങ്ങൾക്ക് മുത്താണെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ നാടിന്റെ മുഴുവൻ പൊതുസ്വത്തായി മാറിയിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാം അനുമോദിക്കുകയാണ്. എനിക്കറിയില്ല, ഇതിന് ഞാൻ കൂടുതലായി സമയം എടുക്കുന്നില്ല. പക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് ഈ മാറ്റം ഉണ്ടാകുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഈ അടുത്ത കാലത്ത് പഴയ നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എഴുതിയൊരു പുസ്തകം, അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയപ്പം ഉള്ളൊരു പുസ്തകം, അത് ഞാൻ വായിക്കാനിടയായി. അല്ല, അദ്ദേഹം എഴുതിയിരിക്കുന്നു, അമേരിക്കയിലെ ശാസ്ത്ര രംഗത്തും അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്തും ഏറ്റവും കൂടുതൽ അമൂല്യമായ നേട്ടമുണ്ടാക്കിയത് നമ്മുടെ നാടാണ് എന്ന് പറയുന്നതോടൊപ്പം ഇത് പറയുന്നു, അവിടെയുള്ള ഡോക്ടർമാരെ ഒരു വരി വരിയായി നിർത്തി നോക്കിയാൽ 1, 2, 3, 4 എണ്ണിയാൽ 4-മത്തെയോ 5-മത്തെയോ ആള് ഉന്നതനായ ഡോക്ടർ, വിദഗ്ധനായ ഡോക്ടർ നമ്മുടെ ഭാരതീയ വംശജരാണ് എന്ന് അദ്ദേഹം തന്റെ അനുഭവത്തിന്റെ സാക്ഷ്യപത്രവുമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും വൈദ്യശാസ്ത്ര മേഖലയോട് ബന്ധപ്പെട്ട ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റുള്ള വിദഗ്ധന്മാരും എല്ലാം കണക്കിലെടുത്താൽ ലോകത്തെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കത്തക്ക രീതിയിൽ ആധുനിക മരുന്നുകൾ, മോഡേൺ മെഡിസിന്റെ മരുന്നുകൾ സൃഷ്ടിക്കുന്നതൊക്കെ എടുത്താൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭാരതമാണ്. ആ ഭാരതത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളാണ്, കേരളീയരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അഭിരുചിയെ സംബന്ധിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വാസ്തവത്തിൽ സതീശായിരിക്കും മുൻകൈ എടുത്തത് ഞാൻ കരുതുന്നു. ഒരു വലിയ പരീക്ഷണമാണ് ഇത്. നമുക്ക് രാജ്യത്തെല്ലാം നടപ്പാക്കാവുന്നതാണ്. കാരണം ഈ കുട്ടികളുടെ ഉള്ളിലെ സർഗശക്തിയെ കണ്ടെത്താൻ, അതിനെ അഭിരുചിയുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ, അതിനെ അവരവരുടെ മേഖലകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം, ആ ശ്രമത്തിന് ഒരു തുടക്കമെന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ശ്രമം കാര്യമായി നടന്നതായി എനിക്ക് എവിടെയും അറിയില്ല. സ്വാമി വിവേകാനന്ദനെ ഞാൻ ഓർക്കുന്നു. വിവേകാനന്ദൻ പറഞ്ഞു, വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ വിത്തിൻ എ ഹ്യൂമൻ ബീയിങ്. ഞാൻ ആരെയും പഠിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, പരീക്ഷ സമ്പ്രദായത്തെ പഠിക്കുന്നില്ല. 1-ാം റാങ്കും 2-ാം റാങ്കും A+ ഒക്കെ വാങ്ങുന്ന സിസ്റ്റത്തോടും ഞാൻ ഇതിലല്ല. പക്ഷേ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ വിത്തിൻ എ ഹ്യൂമൻ ബീയിങ്, വിത്തിൻ എ സ്റ്റുഡന്റ്, ഒരുവൽ അന്തർലീനമായ സർഗശക്തിയുടെ ബഹിർസ്ഫുരണമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ, അതിനെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ചത്, ഇതിന്റെ ആഴവും പരപ്പും അടിവേരുകളും തേടുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും സർഗശക്തിയാണ് ഏറ്റവും പ്രധാനം. ആ സർഗശക്തിയെ കണ്ടെത്തലാണ് പ്രാധാന്യം. ഈ കണ്ടെത്തൽ പ്രക്രിയ നമുക്കാവുന്നുണ്ടോ? യേശുദാസ് നമ്മുടെ കേരളം കണ്ട ഏറ്റവും നല്ല ഗായകനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിമാന പുരസ്സരം പറയാറുണ്ട്. യേശുദാസിന്റെ ഏതെങ്കിലും ഒരു വരി സ്വകാര്യമായിട്ടെങ്കിലും ഒന്നിലെ ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും ഒരു വരി മൂളാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. പക്ഷെ അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയെത്ര യേശുദാസന്മാർ നമുക്കിടയിൽ ജനിച്ചു. അവർ നമ്മെ കടന്നുപോയി. ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ, അവരെ കണ്ടെത്താൻ സമൂഹത്തിന് സാധിക്കുന്നു. ആർ യു പിൻ പോയിന്റിംഗ് ദം? ആർ യു പ്രൊമോട്ടിംഗ് ദം? ഇത് തന്നെയാണ് മോഹൻലാൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനാണ്. നമുക്ക് അഭിമാന പുരസ്കാരം തല ഉയർത്തി പിടിച്ച് പറയാവുന്ന ആ മേഖലയിലെ അതീശത്വം പുലർത്തുന്നയാളാണ്. പക്ഷെ നമുക്കിടയിൽ ഓരോ ഗ്രാമങ്ങളിലും എത്ര മോഹൻലാൽമാരും മോഹൻലാൽമാരും മമ്മൂട്ടിയും ഒക്കെ ഉണ്ട്. അപ്പൊ കണ്ടെത്തലാണ് പ്രാധാന്യം. കണ്ടെത്താൻ വിദ്യാഭ്യാസം സാധിക്കുന്നു, അധ്യാപകരും അധ്യാപികയ്ക്കും സാധിക്കുന്നു. ഒരു നല്ല
ചിത്രകാരൻ. അതാണ് സർഗശക്തിയെങ്കിൽ മറ്റ് വിദ്യാഭ്യാസം വേണ്ടെന്നല്ല. പക്ഷെ അതോടൊപ്പം ആ വരയ്ക്കാൻ ഉതകുന്ന ആശയങ്ങളുടെ ഭാവനയും വരയ്ക്കാനുള്ള കഴിവും വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ആ നിലയിലേക്ക് ആയിക്കൂടാ? വിദ്യാഭ്യാസം വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോ UN ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലനുസരിച്ച് ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ മാതൃഭാഷയാണ് ഏറ്റവും ഉചിതമായത്. മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അതായിരിക്കും കരണീയമെന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അത് പറയുന്നത് 7000 ഭാഷകളാണ് മാതൃഭാഷകൾ ഉപയോഗിക്കാതെ പോയി. കൊളോണിയൽ വാഴ്ചകൾ വിവിധ രാജ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇല്ലാതായി തീർന്ന ഭാഷകളുടെ എണ്ണം, മാതൃഭാഷകളുടെ എണ്ണം 3500-3600 വരുമെന്നാണ് UN ഔദ്യോഗിക റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ കഴിഞ്ഞ കൊല്ലം 4-5 മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും മാതൃഭാഷയിലൂടെ തുടങ്ങിയിരിക്കുകയാണ്. ടെക്നോളജി എങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി, നാളെ വിദ്യാഭ്യാസ രംഗത്ത് ആധിപത്യം പുലർത്തേണ്ടി വരുമ്പോൾ ഇതെല്ലാം ആവശ്യമായി വരും. പക്ഷെ ഇതൊന്നും നമുക്കറിയില്ല. മാത്തമാറ്റിക്സിനെ പറ്റി ഇവിടെ നടത്തിയതിനെ പറ്റി പറഞ്ഞു. ഞാൻ മാത്തമാറ്റിക്സിൽ പൊതുവെ ജസ്റ്റ് പാസ് കഷ്ടിച്ച് കിട്ടിയ SLC വരെ പഠിച്ചൊരു കുട്ടിയാണ്. എൻ്റെ പോരായ്മയാണത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ന്യൂട്ടന്റെ തിയറി, പൈ തിയറി മാത്തമാറ്റിക്സ് അധ്യാപകന്മാരോട് എഴുതില്ലേ? പൈ തിയറിയിലെ വാല്യൂ കണ്ടെത്തി എത്രയാ? 0യുടെ വാല്യൂ അതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂട്ടൺ കണ്ടുപിടിച്ച തിയറിയാണല്ലോ ബേസായി നമ്മൾ പറയുന്നത്. അത് 17-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ച 3.5 തിയറിയുടെ മൂല്യം, വാല്യൂ 3.14 ആണ്. മാത്തമാറ്റിക്സ് അധ്യാപകർ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ്, തിരുത്താം. ഇന്നിപ്പോ നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 യൂണിവേഴ്സിറ്റികളിൽ ആ പൈ തിയറിയിൽ 3.14 അല്ല 11 ഡെസിമൽ വരെ 15-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിരുന്ന ഇരിങ്ങാലക്കുടയിലെ സംഗമം മാധവൻ 11 ഡെസിമൽ വരെ, അത് വിസ്മയിപ്പിക്കുന്നു. കണ്ടെത്തിയപ്പോൾ ഇന്ന് ലോകപ്രശസ്തമായ 2-3 യൂണിവേഴ്സിറ്റികളിൽ പൈ തിയറിയെ പറ്റിയും മാത്തമാറ്റിക്സിന്റെ അടിത്തറയെ പറ്റി പറയുമ്പോൾ മാധവ ന്യൂട്ടൺ സീരീസ് എന്നാണ് ഇപ്പൊ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് പറയുമ്പം നമുക്ക് ടെക്നോളജി കൊണ്ടുപോകാനുള്ള സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ആർക്കെങ്കിലും അറിയാമില്ല, മാത്തമാറ്റിക്സിൽ ആർക്കെങ്കിലും ഈ തിയറിയെ പറ്റി അറിയാം. എനിക്ക് ബോട്ടണി അങ്ങാടി വരുന്ന പച്ചമരുന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഗോവയിലെ ഗ്രാമങ്ങളിലൂടെ പോയപ്പോൾ എല്ലാ ഗ്രാമങ്ങളും സന്ദർശിച്ച ഒരു ഗവർണറാണ്. എന്ന് പറയുന്നത് വലിയ റിക്കാർഡാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, റിക്കാർഡ് അല്ലാതെ ആയിക്കോട്ടെ. ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഈ വാമന വൃക്ഷ കല എന്നൊന്നുണ്ട്, അതിന്റെ ബോൺസായി എന്ന് പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് ജപ്പാനിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. ജപ്പാൻ പേരാണ് ബോൺസായി. അപ്പൊ ഞാൻ അതിനെപ്പറ്റി മറ്റാളുകളോട് ചോദിച്ച് മനസ്സിലാക്കി. എനിക്കറിയില്ല, ഈ ബോട്ടണി പഠിച്ചു പോകാൻ പറ്റുന്ന ആളല്ല, അതിനുള്ള നോളജ് ഇല്ല. പക്ഷേ വാമൻ വൃക്ഷ കല ആർട്ടാണ്. അപ്പൊ ഇത് നമ്മുടെ മുന്നിലുള്ളതാണ്. ഞാൻ ആ പുസ്തകം എഴുതി, ഇംഗ്ലീഷിൽ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകമാണ്. പക്ഷെ ഇന്നത് 3 യൂണിവേഴ്സിറ്റികളിലെ റിസർച്ചിനുള്ള, ബോട്ടണിയുടെ റിസർച്ചിൽ ഉപയോഗപ്പെടുത്തുന്നത് വരുമ്പോൾ എന്റെ മഹത്വമല്ല ഞാൻ പറയുന്നത്. നമുക്ക് അസാധ്യമെന്നൊരു വാക്കില്ല. ഈ ട്രൈ, നമുക്ക് ശ്രമിക്കാം. വിദ്യാഭ്യാസം അങ്ങനെ കാണാനാണ്, അഡീഷണലായി കാണാനാണ് ഇപ്പൊ MLA പറഞ്ഞതുപോലെ നമ്മുടെ അഭിരുചിയെ കണ്ടെത്തേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അങ്ങനെ ഉണ്ടാവും, കുട്ടികൾ. ടച്ചിങ് കൊണ്ട് പോയിന്റാണ്. ആ സമയത്ത് അത്തരം കുട്ടികളെ ആ വഴിക്ക് പ്രോത്സാഹിപ്പിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കും. നിങ്ങൾ എത്ര പേർക്കറിയാം, നമ്മുടെ KM ചെറിയാൻ ഡോക്ടർ മരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, 50,000 ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ആളാണ്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഞാനത് മരിച്ചവരെ പറ്റി നല്ലത് പറയാവും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. അത് ചുണ്ടിക്കാരനെ പെട്ടെന്ന് ചുണ്ടി വരും. അതിനൊന്നും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെ MLA ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അപ്പൊ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ അദ്ദേഹം മരിച്ചപ്പോൾ ചെന്നൈ പോയി. ഒരു ഗാർഡ് ഓഫ് ഓണർ പോലും കൊടുക്കാൻ സാധിച്ചില്ല. 91 പത്മശ്രീ കിട്ടിയ ആളാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഒരു വലിയ റെക്കോർഡിൻ്റെ ഉടമയാണ്. ആ റെക്കോർഡ് എന്തെന്ന് ചോദിച്ചാൽ ഹാർട്ട് സർജറി. അത് ഹൃദയം വെച്ചു പിടിപ്പിച്ച് അതിൽ വിജയിച്ച ആദ്യത്തെ ലോകത്തിലെ ശസ്ത്രക്രിയയാണ്. കുട്ടികളുടെ ഹാർട്ടിനെ സംബന്ധിച്ചുള്ള ഓപ്പറേഷനിലും അദ്ദേഹം പ്രാതസ്മരണീയ നാമധേയമാണ്. അങ്ങനെ 3 മേഖലകളിലായിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് അതുകൊണ്ടല്ല. ഞാൻ നെറ്റിലൂടെ നോക്കി ഒരിക്കൽ പോയപ്പോൾ എൻ്റെ ഗോവയിലെ രാജ്ഭവനിൽ ഞാനത് അതുപോലെ എടുത്തു കൊണ്ടുവന്ന് അതുപോലെ കുറെ പണമൊക്കെ സംഘടിപ്പിച്ചൊരു ശുശ്രൂഷന്റെ പ്രതിമ സ്ഥാപിച്ചു ഞാനിപ്പോൾ. അത് ഡോക്ടർ KM ചെറിയാനെ കൊണ്ട് റിലീസ് ചെയ്യണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പം മോഡേൺ മെഡിസിന്റെ ഏറ്റവും വലിയ കേരളത്തിലെ മറ്റൊരു വിദഗ്ധനായ വല്യത്താനാണ് മോഡേൺ മെഡിസിൻ, ആധുനിക മെഡിസിൻ, ആയുർവേദമല്ല. അദ്ദേഹം എഴുതിയ 3 പുസ്തകങ്ങളാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലുമായി എഴുതിയ പുസ്തകങ്ങളാണ് ശുശ്രുതന്റെ പറ്റിയുള്ള, അദ്ദേഹത്തിന്റെ അക്കാലത്തെ സർജറിയെ പറ്റിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളെന്ന് നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കറിയുമോ, അധ്യാപകർക്കറിയുമോ? വിനയപുരസരമാണ് ചോദിക്കുന്നത്, ആരെയും കുറ്റപ്പെടുത്താനല്ല. അവിടെ ഇദ്ദേഹത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്, ഡോക്ടർ ചെറിയാനെ ഇഷ്ടം തോന്നിയത്, മെൽബൺ റോയൽ കോളേജ് ഓഫ് സർജറി, ലോകത്തിലെ റോയൽ കോളേജ് ഓഫ് സർജറി 2 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇംഗ്ലണ്ടിലും ഒന്ന് ഓസ്ട്രേലിയ, മെൽബോൺ എന്ന് പറയുന്നത്. ആ മെൽബോണിലെ ആ കോളേജിന്റെ മുന്നിൽ ഒരു വലിയ പ്രതിമ ശുശ്രൂതന്റെ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു ഫാദർ ഓഫ് സർജറി. നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഫാദർ ഓഫ് സർജറി. 132 സർജറി ഐറ്റംസ് അന്ന് നടപ്പാക്കിയതിനെ കുറിച്ച് അതിൻ്റെ ഇൻസ്ട്രുമെന്റ് ഒരു 3 മാസം കൂടെ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ഗോവയിൽ വന്നാൽ, ടൂറിസ്റ്റുകളായി വന്നാൽ രാജ്ഭവന്റെ മുമ്പിൽ അതിൻ്റെ മുഴുവൻ പാനലുകൾ കാണാൻ സാധിക്കും. സർജറി നമ്മളെല്ലാവരും ഇപ്പോഴേ എന്തുണ്ടായാലും പ്ലാസ്റ്റിക് സർജറി ആണല്ലോ നമ്മുടെ ഏറ്റവും വലുത്. ആപത്തുണ്ടായാലും ഇത് ഇന്ത്യയിലുണ്ടായിരുന്നതാണ്, സുശ്രുതൻ്റെതായിട്ടുണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ എത്രയോ മേഖലകൾ കണ്ടെത്താനായിട്ട് ഇനിയുമുണ്ട്. അവിടെയാണ് ലോകവിജ്ഞാനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി മാനവരാശി കണ്ട ഒന്ന്. ഇപ്പം ലേറ്റസ്റ്റായി MLA വാങ്ങേണ്ട ഒരു പുസ്തകം ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ ഇന്ന് വില്യംസ് ആണ്. ആ വില്യംസിന്റെ 20 കൊല്ലത്തെ പഠന ഫലമായിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിന്റെ പേര് ഗോൾഡൻ റോഡ് എന്നാണ്. ഏതാണ്ട് 1000 പേജ് വരും. എനിക്കൊന്ന് തിരുവനന്തപുരത്തും കിട്ടും, ഇപ്പൊ ആ ബുക്ക് കിട്ടും. എല്ലായിടത്തും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബുക്കാ. എന്താ ഗോൾഡൻ റോഡ് എന്നറിയാമോ? 10ാം നൂറ്റാണ്ടിലും 11ാം നൂറ്റാണ്ടിലും നമ്മുടെ വാണിജ്യം നടത്തിയിരുന്ന റൂട്ടുകളുണ്ട്. ആ റൂട്ടുകൾക്ക് കൊടുത്തിരുന്ന പേരാണ് സിൽക്ക് റൂട്ട്. ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ നോക്കിയാൽ കിട്ടും. ആ സിൽക്ക് റൂട്ട് അദ്ദേഹം പറഞ്ഞ സിൽക്ക് റൂട്ട് അല്ല, ഇത് ഗോൾഡൻ റോഡാണ്. മാനവരാശിക്ക് ഗോൾഡൻ റോഡിലൂടെ മാനവരാശിക്ക് എല്ലാം എത്തിച്ചു കൊടുത്തത് ഈ ഭാരതത്തിന്റെ മണ്ണിലാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ ചില തിയറിയോട് എനിക്ക് യോജിപ്പില്ല. ഇന്ത്യ ഒരു ഏകീകൃത രാജ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദമുണ്ട്. ഞാൻ ആ വാദത്തോട് യോജിക്കുന്ന ആളല്ല. ഇന്ത്യ ഏകരാജ്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അനുകൂലവും പ്രതികൂലവും എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ മാനവരാശിക്ക് മുമ്പിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. അതിന് തീർച്ചയായിട്ടും കരിക്കുലത്തോടൊപ്പം
മറ്റു കാര്യങ്ങൾ ഉൾക്കൊള്ളണം. MLA അതിന് മുൻകൈ എടുത്തു, അഭിരുചിയെ പറ്റി എടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ ഗാന്ധിജിയെയും വിവേകാനന്ദനെയും എൻ്റെ മനസ്സിലൂടെ സ്മൃതിപഥത്തിലൂടെ കടന്നുപോയി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ളൊരു അന്തരീക്ഷമുള്ള പശ്ചാത്തലത്തിൽ അത്തരം ഒരു ഓഡിയൻസിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ സർവശക്തൻ പ്രദാനം ചെയ്യട്ടെന്ന പ്രാർത്ഥനയോട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെന്ററായ ഗോവയിൽ നിന്നാണ് വരുന്നത്. എല്ലാവർക്കും ഗോവയിലേക്ക് സ്വാഗതം. വരാം. ടിക്കറ്റ് ഒന്നും എടുത്തു തരാൻ എൻ്റെ പണമില്ല. അവനവൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നാൽ രാജ്ഭവൻ നിങ്ങളെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.